വെൽക്കം ടു ടേസ്റ്റ് ആൻഡ് ട്രെയിൽസ്. ഒരു നഗരത്തെ അറിയണമെങ്കിൽ അതിൻ്റെ പ്രഭാതം ഒരിക്കലെങ്കിലും അനുഭവിച്ചിരിക്കണം. ഇന്ന് അങ്ങനെ ഒരു യാത്രയാണ്. ഇന്നത്തെ നമ്മുടെ യാത്ര ചണ്ഡീഗഡിലെ ഏറ്റവും മനോഹരമായ ഒരു പ്രഭാതം തേടിയാണ്. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യയുടെ പുതിയ പ്രതീക്ഷകളിൽ ഒന്നായി ജനിച്ച നഗരമാണ് ചണ്ഡീഗഡ്. വിഭജനത്തിന് ശേഷം തലസ്ഥാനം നഷ്ടമായ പഞ്ചാബിന് പുതിയൊരു നഗരം വേണമായിരുന്നു. അങ്ങനെ വെറുമൊരു നഗരം നിർമ്മിക്കുകയല്ല, ഭാവിയെ മുന്നിൽ കണ്ട ഒരു നഗരമാണ് ഇവിടെ രൂപം കൊണ്ടത്. ലോക പ്രശസ്ത ഫ്രഞ്ച് വാസ്തുശില്പിയായ ലീ കോർബൂസിയറിന്റെ നേതൃത്വത്തിൽ രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാൻ സിറ്റികളിൽ ഒന്നാണ് ചണ്ഡീഗഡ്. ഓരോ സെക്ടറും കൃത്യമായ പ്ലാനിങ്ങോടെ, വിശാലമായ റോഡുകൾ, ധാരാളം മരങ്ങൾ, തുറന്ന ഇടങ്ങൾ, ഇവയെല്ലാം ചേർന്നതാണ് ഈ നഗരം ഇന്നും ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടൗൺ പ്ലാനിങ്ങിന്റെ ഉദാഹരണമായി അറിയപ്പെടുന്നത്. ഈ നഗരത്തിന്റെ ആത്മാവ് എവിടെയാണെന്ന് ചോദിച്ചാൽ മിക്ക ചണ്ഡീഗഡ് നിവാസികളും പറയുന്ന ഒരേ ഒരു പേരാണ് സുഖ്ന ലേക്ക്. 1958 സുഖ്ന ചോ എന്ന സീസണൽ അരുവിക്ക് കുറുകെ നിർമ്മിച്ച ഈ മനുഷ്യനിർമ്മിത തടാകം ഇന്ന് വെറും ജലാശയമല്ല, ചണ്ഡീഗഡിന്റെ പ്രഭാതങ്ങൾക്ക് ജീവൻ നൽകുന്ന ഒരിടം, ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിന്റെ ഭാഗം, ഒരു നഗരത്തിന്റെ ശ്വാസകോശം. സമയം ഇപ്പോൾ ഏകദേശം 6 മണിയാണ്. പുലർച്ചെ ഇവിടെ എത്തുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കും. ആരും തിരക്കിലല്ല, ആരും സമയം പിന്തുടരുന്നില്ല. ഓരോരുത്തരും അവരുടെ സമയത്തെ ആസ്വദിക്കുകയാണ്. ആരോഗ്യത്തിനായി നടക്കുന്നവർ, സുഹൃത്തുക്കളുമായി ചിരിച്ചുകൊണ്ട് നടക്കാൻ വരുന്നവർ, യോഗ ചെയ്യുന്നവർ, പക്ഷികളെ നിരീക്ഷിക്കുന്നവർ, ഒറ്റയ്ക്ക് വന്ന് ഈ തടാകത്തിന് തീരത്തിരിക്കുന്നവർ. കാരണം ഓരോരുത്തർക്കും അറിയാം, ഒരു നല്ല ദിവസം തുടങ്ങണമെങ്കിൽ മനസ്സിന് ആദ്യം കുറച്ച് സമാധാനം കിട്ടണം. വെള്ളത്തിലെ ഓരോ ഓളവും, കാറ്റിൻ്റെ സ്പർശവും, പക്ഷികളുടെ ഓരോ പാട്ടും ഈ നഗരത്തിൻ്റെ പ്രഭാതത്തെ പൂർണ്ണമാക്കുന്നു. അതുകൊണ്ടാകാം സുഖ്ന ലേക്ക് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നുള്ളതിലുപരി ചണ്ഡീഗഡിൻ്റെ ജീവിതശൈലിയുടെ ഭാഗമായത്. ഇനി കുറച്ചു നേരം ഈ പ്രഭാതം തന്നെ നിങ്ങളോട് സംസാരിക്കട്ടെ. നമ്മൾ പലപ്പോഴും പുതിയ സ്ഥലങ്ങൾ തേടി യാത്ര പോകാറുണ്ട്. പക്ഷെ ചില യാത്രകൾ ഒരു സ്ഥലം കാണാൻ വേണ്ടിയല്ല, ഒരു അനുഭവം ജീവിക്കാൻ വേണ്ടിയാണ്. എനിക്ക് സുഖ്ന ലേക്ക് അങ്ങനെ ഒരു അനുഭവമാണ്. ഒരു നഗരത്തിൻ്റെ സൗന്ദര്യം അതിൻ്റെ കെട്ടിടങ്ങളിൽ മാത്രമല്ല, അവിടുത്തെ മനുഷ്യരുടെ ജീവിത രീതിയിലും പ്രകൃതിയെ അവർ സംരക്ഷിക്കുന്ന രീതിയിലുമാണെന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചൊരു പ്രഭാതം. നിങ്ങൾ ഒരിക്കലെങ്കിലും ചണ്ഡീഗഡ് വരികയാണെങ്കിൽ സുഖ്ന ലേക്ക് കാണാൻ മാത്രം വരരുത്, ഒരു പ്രഭാതം ഇവിടെ സ്പെൻഡ് ചെയ്ത് നോക്കൂ. ഒരു പക്ഷേ തിരികെ പോകുമ്പോൾ നിങ്ങൾ കൊണ്ടുപോകുന്നത് ചിത്രങ്ങൾ മാത്രമാവില്ല, കുറച്ച് സമാധാനവും കൂടിയായിരിക്കും. ഇവിടെ നിന്ന് തിരികെ പോകുമ്പോൾ എനിക്ക് തോന്നുന്നത് സുഖ്ന ലേക്ക് എന്നത് ഒരു തടാകം മാത്രമല്ല എന്നതാണ്. ഓരോ പ്രഭാതവും ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ എത്തുന്നത് കാഴ്ചകൾ കാണാൻ മാത്രമല്ല, അവരുടെ ദിവസത്തിന് ഒരു നല്ല തുടക്കം നൽകാനാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഇവിടം വിട്ടു പോകുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി കാണാൻ കഴിയുന്നത്. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ ഇങ്ങനെയുള്ള ഒരു മണിക്കൂർ നമ്മൾക്ക് വേണ്ടിയും മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തേക്കാൾ കൂടുതൽ മനസ്സിനാണ് ഗുണം ചെയ്യുന്നത്. ഇന്നത്തെ പ്രഭാതം കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ ഞാനും കൂടെ കൊണ്ടുപോകുന്നത് കുറച്ച് വീഡിയോ ക്ലിപ്പുകൾ മാത്രമല്ല, കുറച്ച് നല്ല ഓർമ്മകളും ഒരു ദിവസം മനോഹരമായി തുടങ്ങാൻ വേണ്ട ഒരു ചെറിയ പ്രചോദനവും കൂടിയാണ്. ചില യാത്രകൾ പുതിയ സ്ഥലങ്ങൾ കാണിച്ചു തരും, ചില യാത്രകൾ പുതിയ അനുഭവങ്ങൾ സമ്മാനിക്കും. പക്ഷേ വളരെ അപൂർവമായി മാത്രമാണ് ചില യാത്രകൾ നമ്മളെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ പഠിപ്പിക്കുന്നത്, ലൈഫിൻ്റെ ഒരു ബ്യൂട്ടി മനസ്സിലാക്കി ജീവിക്കാൻ പഠിപ്പിക്കുന്നത്. ഇന്നത്തെ പ്രഭാതം എനിക്ക് സമ്മാനിച്ചതും അങ്ങനെ ഒരു അനുഭവമായിരുന്നു. തിരക്കുകൾക്കിടയിൽ ഇങ്ങനെയുള്ള ചെറിയ മോർണിംഗ് വാക്കുകൾക്കും യാത്രകൾക്കും സമയം കണ്ടെത്താൻ മറക്കരുത്. ചിലപ്പോൾ അതൊക്കെ മതി മനസ്സൊന്ന് റിഫ്രഷ് ആവാൻ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇനിയും ഇത്തരത്തിലുള്ള യാത്രാ അനുഭവങ്ങൾക്കും ഷോർട്ട് സ്റ്റോറികൾക്കുമായി ടേസ്റ്റ് ആൻഡ് ട്രീൽസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു യാത്രയുമായി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.